ഞാൻ സിസ്റ്റർ ലിജി പൈപ്പള്ളി പല പ്രാവശ്യം മീഡിയയുടെ മുമ്പിൽ വന്നിട്ടുള്ള ആളാണ്. 25 വർഷമായിട്ട് ഞാൻ ഉക്രൈനിൽ ജീവിക്കുന്നു. ഇപ്പം ഞാൻ നാട്ടിലാണ്. ജനറൽ കൗൺസിലറാണ്. അതുകൊണ്ട് വിസിറ്റേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിരിക്കുന്നതാണ്. പ്ലസ് അവധിക്ക് വേണ്ടിയിട്ട്. നാട്ടിലേക്ക് വരുമ്പോൾ ശരിക്കും കേരളത്തിൽ വരുമ്പോൾ ആ സമാധാനവും ശാന്തിയും പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. കാരണം ഞാൻ വരുന്നത് യുദ്ധസ്ഥലത്ത് നിന്നാണല്ലോ, യുദ്ധഭൂമിയിൽ നിന്നാണല്ലോ. അവിടെയാണെങ്കിൽ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. ഫെബ്രുവരി വരുമ്പോഴേക്കും 3 വർഷമായി യുക്രൈനിൽ യുദ്ധം തുടങ്ങിയിട്ട്. പക്ഷെ ലോകത്തിന് ഇങ്ങനൊരു യുദ്ധം നടക്കുന്നുണ്ടെന്ന് അറിയാം. എന്നാലും 2022 ഫെബ്രുവരി മാർച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈനിലെ യുദ്ധമാണെങ്കിലും അത് കേരളത്തെയും ഒത്തിരി പിടിച്ചു കുലുക്കിയ ഒരു സമയമായിരുന്നു. കാരണം നമ്മുടെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരോ ഒത്തിരി പേര് ഉക്രൈനിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഇവാക്വേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് കേരളത്തിലുള്ളവരും വളരെ വിഷമിച്ചും പ്രാർത്ഥിച്ചും ഇരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളവരൊക്കെ തിരിച്ചു വന്നതിന് ശേഷം, ഇന്ത്യക്കാർ ഉക്രൈനിലുണ്ടായിരുന്നവരൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഒരുമാതിരി തീർന്നു. പക്ഷെ യുക്രൈനെ അന്ന് ഇവിടുത്തെ മാതാപിതാക്കൾ അനുഭവിച്ച ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ടെൻഷനാണ് ഇപ്പോഴും 3 വർഷമായിട്ടും ഉക്രൈനിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുക. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചു റഷ്യ അതുപോലെ എക്സ്പ്രസിൻ ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈൻ കീഴടങ്ങും അല്ലെങ്കിൽ യുക്രൈനെ കീഴ്പ്പെടുത്തും, കിയേവ് പിടിച്ചെടുക്കും. അങ്ങനെ ഒരു ഇതിലായിരുന്നു എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്നും ഇന്നും ഞങ്ങൾ ഉക്രൈനിലുള്ളവർ യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം യുക്രൈൻ യുദ്ധം ചെയ്യുന്നില്ല. റഷ്യ ചെയ്യുന്ന യുദ്ധത്തെ അവർ ഡിഫെൻഡ് ചെയ്യുന്നു. അന്നും ഇന്നും ഞങ്ങൾ പറയുന്നത് ഗോലിയാത്തിന്റെ മുമ്പിൽ ദാവീദ് നിൽക്കുന്നത് പോലെയാണ് മഹാരാഷ്ട്രമായ റഷ്യയുടെ മുമ്പിൽ ഈ കൊച്ചു രാജ്യമായ യുക്രൈൻ നിൽക്കുന്നതും, അല്ലെങ്കിൽ റഷ്യയുടെ മിസൈലുകളെയും ബോംബുകളെയും റോക്കറ്റുകളെയൊക്കെ എതിർത്ത് നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം യുക്രൈൻ യുദ്ധം ചെയ്യുന്നത് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയാണ്. അവരാരെയും കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല. അവർ യുദ്ധം ചെയ്യുന്നത് സ്വന്തം രാജ്യത്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. പല പട്ടാളക്കാരുമായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർ പറയുന്നൊരു കാര്യം, ഞങ്ങൾ മരിച്ചാലും ഞങ്ങളുടെ മക്കളെങ്കിലും സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണം. ഒരു നീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് യുക്രൈൻ റഷ്യ യുദ്ധം. എൻ്റെ അടുത്ത് ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. ഞാൻ അവിടെ ഒരു സുവിശേഷ ഘോഷികയാണ്. ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. നമുക്ക് ചില സമയങ്ങളിലൊന്നും ഞാനും എന്താണ് പറയേണ്ടത്, എന്ത് പറഞ്ഞാണ് ആശ്വസിപ്പിക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ഒരു വീട്ടിൽ തന്നെ ഫാദർ, മകൻ, മരുമകൻ ഈ 3 പേരും മരിച്ചുപോയി. അല്ലെങ്കിൽ ചില സമയത്ത് അമ്മമാർ അവരുടെ മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കുറേയും ഇപ്പോൾ 1, 2, 3 വർഷമായിട്ട് അവരെവിടെയാന്ന് പോലും അറിയത്തില്ല. ഓരോ രാത്രിയിലും അവർ കിടന്നുറങ്ങുമ്പോൾ നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മകനെ പറ്റിയുള്ള അറിവ് കിട്ടുമായിരിക്കും. അങ്ങനെ ഒരു വളരെ ടെൻഷൻ പിടിച്ചിട്ടുള്ളൊരു ജീവിതത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ യുദ്ധത്തിന് പോയവർ തിരിച്ചു വരുമ്പോഴാണെങ്കിലും അവരവധിക്ക് വരുന്ന സമയത്ത് ഒരു വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് അവർ തിരിച്ചു വരിക. കാരണം അവർ യുദ്ധം ചെയ്യുമ്പോൾ നമുക്കറിയാം അവർ വളരെ അഗ്രസീവ് ആക്കും, എന്നാലാണല്ലോ യുദ്ധം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ അഗ്രസീവ് അത് വീടുകളിലും ഈ പട്ടാളക്കാർ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കള് അല്ലെങ്കിൽ കായിമാരൊക്കെ വളരെ സേഡിയോടുകൂടിയാണ് അവർ ജീവിക്കുക. ഇനി എല്ലാവരുടെ കയ്യിൽ ആയുധമുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി നടക്കുമ്പോഴാണെങ്കിലും എപ്പോഴാണ് ആരാണ് ഒരു ശുദ്ധിയ അങ്ങനൊരു സത്യത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ഏറ്റവും ഇല്ലാത്ത സ്ഥലത്തെ ആളുകളും ജീവിക്കാം. പക്ഷെ ഇവരെ എല്ലാവരും പിടിച്ചു നിർത്തുന്നത് നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഒത്ത് പറഞ്ഞതുപോലെ
ദാവീദ് ചെറുതാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ദാവീദിലുണ്ട്. അതുപോലെ യുക്രൈൻ ജനത ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ്. അപ്പൊ ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഇതും ജയിക്കാൻ പറ്റും. ഈ ഒരു പ്രാർത്ഥന തന്നെയാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. വല്ലപ്പെട്ട ആൾക്കാരെ എൻ്റെ അടുത്ത് പറയാറുണ്ട്, അവർ പോകുമ്പോൾ ഈ ഭാര്യമാർ അവരുടെ ബാഗിന് ഒരു കൊന്തയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ബൈബിൾ വെച്ച് കൊടുക്കും. ആ സ്ഥലത്തും യുദ്ധം ചെയ്യുമ്പോൾ പോലും ഒരു കൊല്ലുകയാണ്, അല്ലെങ്കിൽ രക്തത്തിലും കുളിച്ച് കിടക്കുന്നവരവർ കാണുന്നുണ്ട്, അല്ലെങ്കിൽ രക്തത്തിൽ ചവിട്ടിയിട്ടാണ് അവർ സഞ്ചരിക്കുന്നത് എങ്കിൽ പോലും ഈ ബൈബിളിനെയും ഈ കൊന്തയെ കരുമുറുകെ പിടിക്കുന്നുണ്ട്. കാരണം അവര് വിശ്വസിക്കുന്നത് അവർ നീതിക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. സത്യത്തിൽ അത് തന്നെയാണ് അവിടെ നടക്കുന്നതും. കാരണം എല്ലാ 60-70 വർഷങ്ങൾ ആകുമ്പോഴേക്കും റഷ്യ യുക്രൈനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പോൾ യുക്രൈൻ കീഴടങ്ങിയാൽ ഇവർക്ക് അനുഭവമുണ്ട്. റഷ്യയുടെ കീഴിലായിരിക്കുന്ന സമയത്ത് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത, അല്ലെങ്കിൽ നമുക്കറിയാം 91 അവർ ഇൻഡിപെൻഡൻ്റ് ആയത്. അന്ന് വരെ കമ്മ്യൂണിസം ആയിരുന്നു. USSR ആയിരുന്ന സമയത്ത് അവർക്ക് ഒരു പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാനുള്ള അനുവാദമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് അവര് ഈ റഷ്യക്ക് കീഴടങ്ങാനായിട്ട് എല്ലാ വിധത്തിലും, സാമ്പത്തികമായ രീതിയിലോ അല്ലെങ്കിൽ ആധ്യാത്മികമായ രീതിയിലും നോക്കുവാണെങ്കിൽ റഷ്യക്ക് കീഴടങ്ങാനായിട്ട് അവർക്ക് താല്പര്യമില്ലാത്തത്. കാരണം റഷ്യ ഒരു അടിമകളെ പോലെയാണ്. ഒരു സ്വാതന്ത്ര്യം കൊടുക്കാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ഇവർ വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അവിടെ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണെങ്കിലോ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, നമുക്ക് പേടിയില്ല എന്നൊക്കെ പറഞ്ഞാലും ആ ഒരു റോക്കറ്റ് വരുന്ന സമയത്ത് ഏതു മനുഷ്യനും എനിക്ക് തോന്നുന്ന പ്രകൃതി പോലും പേടിക്കുന്ന ഒരു സമയമാണ് ഈ റോക്കറ്റ് വരുന്ന സമയം. കാരണം അത് ഭയങ്കര സൗണ്ടോട് കൂടിയാണ് വരുന്നത്. ആ റോക്കറ്റ് വരുമ്പോൾ ഇപ്പോൾ ആരുടെ ജീവനാണോ എടുക്കുക. ഞങ്ങൾ അവിടെ നമ്മുടെ കോമ്പൗണ്ടിലൂടെ പല പ്രാവശ്യം റോക്കറ്റുകൾ പോയിട്ടുണ്ട്. ഇതുവരെയും നമ്മുടെ കോമ്പൗണ്ടിലൊന്നും നമ്മുടെ ഹൗസിലൊന്നും വീണിട്ടില്ല, പക്ഷെ മതിലിനപ്പുറത്തേക്ക് വീണിട്ടുണ്ട്. ആ റോക്കറ്റ് വരുന്ന സമയത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഭയം, അത് ജനിച്ചു വീഴുന്ന കുഞ്ഞിനുമ്പോൾ പോലും ഉണ്ട്. യുക്രൈനില് ഞാനൊക്കെ ഇവിടെ വരുന്നപ്പോഴും വിചാരിക്കുമായിരുന്നു, ഇവിടെ എന്തുമാത്രം ഫ്രീ ആയിട്ടാണ് എല്ലാവരും നടക്കുക. ആൺകുട്ടികള് പുരുഷന്മാരൊക്കെ എന്തോ ഫ്രീ ആയിട്ടാണ് നടക്കുക. അവിടെ ആ ഫ്രീഡം 3 വർഷമായിട്ട് ഇല്ല. എവിടെ നോക്കിയാലും നമുക്ക് പട്ടാളക്കാർ നിൽക്കുന്ന കാണും, എല്ലാവരും തോക്ക് പിടിച്ചിട്ട് നിൽക്കുന്ന കാണും. എന്നാൽ പോലും യുക്രൈൻ ജനതയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട്. എന്തെങ്കിലും ഇതിനൊരു അവസാനം വരും, നമുക്ക് നീതി കിട്ടും, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. എല്ലാവരും ഈ കൊന്ത കയ്യിലെടുത്തിട്ട് ആ പ്രാർത്ഥന നിർത്തുന്നില്ല. എൻ്റെ ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് തോന്നുന്നൊരു 300-400 പേരോടത്തോളം പ്രാർത്ഥിക്കാൻ കിട്ടുന്നുണ്ട്. അതിനകത്ത് 80% യുദ്ധത്തിൽ പോയിട്ട് വരുന്നവര്. വളരെ നെർവസ് ആണ്. അല്ലെങ്കിൽ കുറേ പട്ടാളക്കാർ അവരുടെ തിക്താനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു പട്ടാളക്കാരൻ പറഞ്ഞത്, ഭാര്യയോട് പറയാൻ പറ്റുമോ, അമ്മയോട് പറയാൻ പറ്റുമോ ഞങ്ങളിപ്പോൾ ചെയ്യാതനകൾ. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ സത്യത്തിൽ ഇവരൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കുക. ഇപ്പം ചിലവരെയൊക്കെ ചോദിക്കാറുണ്ട്, സിസ്റ്ററെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്താണ് യുദ്ധം തീരാത്തത്? നമുക്കതിനൊന്നും ഉത്തരം പറയാനില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനില്ല. പക്ഷെ പറയുന്നൊരു ഉത്തരവുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ദൈവം ഉള്ളതുകൊണ്ടാണല്ലോ ഇപ്പോഴും നമ്മൾ റഷ്യക്ക് കീഴടങ്ങാത്തത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പോഴും യുക്രൈനായിട്ട് നിൽക്കുക. അങ്ങനൊരു പ്രതീക്ഷ യുക്രൈൻ ജനതയ്ക്ക് ഇപ്പോഴും ഉണ്ട്. നമ്മൾ യുദ്ധം തീരും, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് അവർ ജീവിക്കുക. ഞാൻ ഹോസ്പിറ്റലുകളിലൊക്കെ ICUയിലൊക്കെ പോകാറുണ്ട്. ഈ പട്ടാളക്കാരുടെ ഹോസ്പിറ്റൽ, മിലിറ്ററി ഹോസ്പിറ്റൽ, അവിടെയൊക്കെ ചെല്ലുമ്പോൾ വളരെ ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ കാണുക. ഇപ്പോൾ ഒരു 32 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരു 2 മാസമായിട്ട് കോമയിലാണ്. അതിൻ്റെ കൊച്ച് ഒരു 4 വയസ്സുള്ള കുട്ടിയാണ്. ആ കൊച്ചൊക്കെ വന്നിട്ട് ആ ഫാദറിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, റഷ്യക്കാർ എന്തിനാണ് റഷ്യക്കാർ എൻ്റെ ഡാഡിയെ
വെടിവെച്ചത്, അല്ലെങ്കിൽ എൻ്റെ ഡാഡി ഒരു പാവമായിരുന്നില്ലേ, എൻ്റെ ഡാഡി ഒന്നും റഷ്യക്കാർക്കെതിരായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറേ കുഞ്ഞുങ്ങളുടെ ആ വേദനകളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ മിലിറ്ററി ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഏകദേശം 3000 പേരുണ്ട്. 2 കാലും നഷ്ടപ്പെട്ടവര്, 2 കൈയും നഷ്ടപ്പെട്ടവര്, അല്ലെങ്കിൽ കണ്ണ് പോയവര്, ചെവി പോയവര്, കേൾവി നഷ്ടപ്പെട്ടവര്, കുറേ പേര് മാനസിക ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട്. യുക്രൈൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. നമുക്ക് ഇവിടെ കേരളത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് അവിടെയൊക്കെ യുദ്ധം നടക്കുന്നുണ്ട്, അത് നമ്മുടെ ആരും അല്ലല്ലോ. ചിലരൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ കാണുന്നതും ഒക്കെ നേരിട്ട് കാണുന്നത് കൊണ്ട് നമ്മളൊരു നേറി ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവിടെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ എപ്പോഴെപ്പോഴും സൈറൻ വരുമ്പോൾ ബങ്കറിലേക്ക് ഓടണം. ഇതൊക്കെ ഒന്ന് അവസാനിക്കും എന്ന് വളരെ ടെൻഷനോട് കൂടിയിട്ട് അവർ ജീവിക്കുന്നു. പക്ഷെ അവർക്ക് പ്രതീക്ഷയുണ്ട്, എന്നെങ്കിലും ഇതൊരു അവസാനിക്കും. യുക്രൈൻ ജനതയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അവർ യുദ്ധത്തെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ വളരെ എഫിഷ്യൻ്റ് ആണ്, കാരണം അവർ എക്സ്പീരിയൻസ്ഡ് ആണ് ഇപ്പം. എന്നാലും അവർക്ക് വ്യക്തമായിട്ട് അറിയാം, ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഉണ്ട്. സഭ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും തന്നെ നിത്യാരാധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് യുക്രൈൻ പിടിച്ചു നിൽക്കുന്നത്. റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു യുദ്ധത്തിന് അതിൻ്റെതായ കുറേ നിയമങ്ങളുണ്ടല്ലോ, അതെല്ലാം തെറ്റിച്ചിട്ടാണ് റഷ്യ യുദ്ധം ചെയ്യുക. ആദ്യമൊക്കെ പട്ടാളക്കാരൊക്കെ ആയിട്ടായിരുന്നു യുദ്ധം ചെയ്യുക. ഇപ്പോഴ് എത്രയോ ഹോസ്പിറ്റലുകളാണ് ബോംബ് വീണിട്ടുള്ളത്, അല്ലെങ്കിൽ റോക്കറ്റുകൾ വീണിട്ടുള്ളത്. എത്രയോ നഴ്സറി സ്കൂളുകളാണ്, എത്രയോ ആളുകൾ താമസിക്കുന്ന ഫ്ലൈറ്റുകളിലേക്കാണ് റോക്കറ്റ് വരിക. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് റഷ്യ എല്ലായിടത്തേക്കാണ് ഈ റോക്കറ്റും മിസൈലൊക്കെ വിടുക. ഒരു 2 ആഴ്ച മുമ്പ് 188 റോക്കറ്റും മിസൈലും ഡ്രോണും കൂടിയിട്ട് 188 വിടുക. ഇതൊരു 10 മിനിറ്റിന് ഉള്ളിലാണ് ഈ 188 വിടുക. അതിനകത്ത് 150 യുക്രൈൻ മിലിറ്ററിക്ക് അതിനെ നിർവീര്യമാക്കാൻ കഴിഞ്ഞു. പക്ഷെ 38 വീണു. അപ്പോൾ അത് യുക്രൈൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കുമായിട്ടാണ് ഒരു റോക്കറ്റുകൾ വരിക. ദൈവം യുക്രൈനെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് യുക്രൈൻ ഇന്നും നിലനിൽക്കുന്നത്. ഒരു ദിവസത്തെ റഷ്യയുടെ ആക്രമണം മാത്രം മതി യുക്രൈൻ കംപ്ലീറ്റ് നശിക്കാനായിട്ട്. പക്ഷെ ദൈവം യുക്രൈൻ ഇപ്പോഴും താങ്ങി നിർത്തുന്നു. ഒരാഴ്ചയല്ല, അപ്പം എനിക്ക് തോന്നുന്നു ഒരു 4 ദിവസം മുമ്പ് മെട്രോ സ്റ്റേഷനിലേക്ക് റോക്കറ്റ് ചെയ്യുന്നു. അവിടെയും കുറേ പേര് മരിച്ചു. അപ്പം ഞാൻ യുക്രൈനിൽ കാണുന്നത് അവിടെ മരിക്കുന്നത് രോഗികളല്ല, അവിടെ മരിക്കുന്ന ഈ ആരോഗ്യമുള്ളവരാണ്. അപ്പോൾ ഇന്ന് നേരം എഴുന്നേറ്റോ വൈകുന്നേരം വരെ അവരുണ്ടാകുമോ എന്ന് ആർക്കും ഉറപ്പില്ല. രാത്രി കിടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമെന്നോ ആർക്കും ഉറപ്പില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും റോക്കറ്റ് വീഴാം, എപ്പോൾ വേണമെങ്കിലും മിസൈൽ വീഴാം. എന്നാൽ പോലും ഞങ്ങൾ ഇപ്പോൾ ഒരു നോർമൽ ലൈഫാണ് അവിടെ നയിക്കുക. എല്ലാവരും ജോലിക്ക് പോകുന്നു, ആണുങ്ങളില്ല, ആണുങ്ങൾക്ക് ബോർഡർ അടക്കാൻ പാടില്ല, ആണുങ്ങൾ നിർബന്ധ സേവനമാണ്. അവിടെ ഉക്രൈനിലെ ആണുങ്ങളെ കാണാനേ ഇല്ല, കാരണം എല്ലാവരും യുദ്ധത്തിലാണ്, അല്ലെങ്കിൽ കുറേ പേരൊക്കെ വീടുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് യുദ്ധത്തിന് പോകാൻ പേടിയായിട്ട്. എന്നാലും സ്ത്രീകളുടെ ഒരു ശക്തി കാണാനായിട്ട് സാധിക്കും. കാരണം ആണുങ്ങൾ ചെയ്തിരുന്ന എല്ലാ ജോലികളും ഇപ്പോൾ സ്ത്രീകളാണ് ചെയ്തത്. ടാക്സി ഡ്രൈവേഴ്സ്, ബസ് ഡ്രൈവേഴ്സ്, മാർക്കറ്റുകളിൽ ഇറച്ചി വെട്ടണോടത്ത് ആ കടകളിൽ പോലും സ്ത്രീകളാണ് ഇപ്പം എല്ലാം ചെയ്യുന്നത്. കാരണം ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലികളും തന്നെ സ്ത്രീകൾ ചെയ്തു. അതുകൊണ്ട് ആണുങ്ങൾ യുദ്ധത്തിന് പോകുന്നുണ്ടെങ്കിൽ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. സ്ത്രീകളാണ് ഇപ്പം യുക്രൈനിൽ ഒരു 90% ജോലികൾ ചെയ്യുന്നത് സ്ത്രീകളാണ്. അതിൻ്റെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. കാരണം ഈ സ്ത്രീകൾ ജോലിക്ക് പോകുന്നു, ആണുങ്ങൾ യുദ്ധത്തിന് പോകുന്നു, അപ്പോൾ കുഞ്ഞുങ്ങൾ ആര് നോക്കും? അങ്ങനത്തെ ഒരു സുരക്ഷിതത്വമില്ലായ്മ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടും പ്രാർത്ഥനയുടെ ശക്തി ഉള്ളത് കൊണ്ടും യുക്രൈൻ വീണ്ടും പിടിച്ചു നിൽക്കുകയാണ്. ഒരു സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സൈറൻ വരുമ്പോൾ അത് അടയ്ക്കും, ബന്ധറിൽ പോയിരിക്കണം. എന്നാലും ഒരു നോർമൽ ലൈഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2022-ലെയും 2024-ലെയും ലൈഫ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു യുദ്ധം നടക്കുന്ന സ്ഥലമാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ ആളുകൾ
അവരുടെ ജോലിയിലേക്കൊക്കെ പ്രവേശിച്ചു. ചിലപ്പോൾ പോയവർ തിരിച്ചു വരണമെന്നില്ല. ഒരു വിധത്തിൽ മീൻസ് ഡ്രോണൊക്കെ വീണിട്ടോ അല്ലെങ്കിൽ ബോംബൊക്കെ വീണിട്ടോ മരിച്ചു പോകാം. എന്നാലും അവർ ജീവിക്കണം എന്ന താല്പര്യമുള്ളത് കൊണ്ട് ഈ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഒരു സാധാരണ ജീവിതം നയിച്ചു തുടങ്ങി. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന വേറൊരു കാര്യമാണ്, ഇപ്പോൾ ഒരു ഹൗസൊക്കെ വലിയ കെട്ടിടമൊക്കെ ആണെങ്കിലും റോക്കറ്റ് വീണു. പക്ഷെ 2-3 മാസത്തിനുള്ളിൽ അത് റീബിൽഡ് ചെയ്ത് കളി. ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൽ ജീവിക്കാൻ പഠിച്ചു. അത് ദൈവം കൂടുണ്ട് എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് അവിടെ ജീവിക്കുമെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും.